ശരിക്കും നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നതാണല്ലേ? ഇതിപ്പോ പൊട്ട ഒരു അടക്കണ്ടോ? സൗത്ത് ആഫ്രിക്ക അതുപോലുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതെ. അപ്പം അവർ പറഞ്ഞു തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൈനയെ കൊണ്ടുപോയാണ് ഇത് ഷെല്ലോട് കൂടിയുള്ള നട്ട്സ് എടുത്തിട്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ സുധോഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു മക്കാഡമിയ കൃഷിയെ പറ്റി ഒരു വീഡിയോ ചെയ്യണം, അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ നഗ്നമായ സത്യാവസ്ഥ, ഞാൻ ഈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഏക്കർ സ്ഥലം അത് തെളിച്ച് വൃത്തിയാക്കി വന്നതിന് ശേഷം എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ 4 എണ്ണം വെച്ച് ഒഴിവായി. തൽക്കാലം എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വെച്ചതാണ്. അപ്പോഴാണ് ഞാനൊരു വീഡിയോ കാണുന്നതും ഇവിടെ നമ്മുടെ കട്ടപ്പനയിൽ അത് കായ്ച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയ റിവ്യൂ. ഇതൊരു തട്ടിപ്പാണോ സ്കാം ആണോ എന്ന് നമുക്ക് 100% പറയാനും പറ്റില്ല. എന്നാൽ ആകാതിരിക്കാനുള്ള ഒരു വഴികൾ ഇതിൽ കാണുന്നുമില്ല. അപ്പോൾ നോക്കാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തമ്മിൽ സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിസ്റ്റർ അനുവിനെയാണ്. അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി പണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈസി പോട്ട്, നമ്മുടെ ചീലുകളും പൊടിയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നു. ചിന്തേരുപൊടി പ്രോസസ്സ് ചെയ്ത് പോട്ട് മിക്സ് ആയിട്ട് കൊടുക്കുന്ന ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഒരു മെത്തേഡ് അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു, ഈസി പോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. അതിൻ്റെ പേരെന്തായിരുന്നുണ്ട്? ഈസി പോട്ട് ഗാർഡൻ ടിപ്സ്. അതിൽ ഒരു മക്കാഡമിയനെ പറ്റി അദ്ദേഹം കായ്ച്ചു നിൽക്കുന്നതിന് മക്കാഡമിയയുടെ ഒരു വിഷ്വൽസ് പകർത്തി ഇട്ടിരുന്നു. അപ്പോൾ ഈ മക്കാഡമിയ വളരെ പ്രചാരത്തിലുള്ളൊരു സംവിധാനമാണല്ലോ ഇപ്പം. ഒത്തിരി ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. കോടികൾ സമ്പാദിക്കാം, എല്ലാ കീച്ചിലും കോടികൾ. ഒരെണ്ണത്തിൽ 5 ലക്ഷം രൂപയൊക്കെ ഒരു വർഷം കിട്ടുമെന്നാണ് പറയുന്നത്. അൽപ്പനം എനിക്ക് ശരിയായിരിക്കും. അത് വിൽക്കുന്ന ഇതിന്റെ ഒരു കുരുവിന് മുളപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാ. അത് ആ രീതി ചിന്തിക്കണം. അതായത് നമ്മളിതിൻ്റെ കായ് പറിച്ച് വിറ്റ് ഉള്ള വരുമാനമായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കുരു മുടച്ച് സീഡ്ലിങ്സ് വിറ്റ് ഒരു തൈ 1000 രൂപ 100 രൂപയ്ക്കൊക്കെ വിറ്റാൽ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നന്നായിട്ട് അത് കായ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇത് കട്ടപ്പനയാണ് സ്ഥലം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീടാണ്. സുഹൃത്ത് എബ്രോഡിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ആൾക്കാരും ഇല്ല. അപ്പോൾ അദ്ദേഹം അറിയുന്നതാണ് കൊണ്ട് നമ്മളിവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന ഈ മരം ഏകദേശം എത്ര വർഷം? 15 വർഷത്തോളം പഴക്കമുള്ളത്. ഏറ്റവും കുറഞ്ഞത് 15 വർഷത്തെ പഴക്കമുണ്ട്. അത്രയ്ക്കും അന്ന് ഇതൊക്കെ എവിടെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്നെന്നുള്ളതാണ് ഇല്ലേ? അല്ല, ഇവിടെ കട്ടപ്പന 1-2 കായ്ച്ചു നിൽപ്പുണ്ട്. കട്ടപ്പന ഇപ്പോൾ കായ്ക്കുന്നത് ഏകദേശം 2500 ഒരു സ്ക്വയർ ഫീറ്റ് മുകളിലാണ് സമുദ്രനിലയിൽ നമ്മുടെ ഈ ഒരു സ്ഥലം. എന്തായാലും ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ കായ്ക്കുമെന്ന് 100% ഉറപ്പാണ്. ഇവിടെ വർഷങ്ങളായിട്ട് കായ്ക്കുന്നുണ്ട്. അല്ല, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലിപ്പം ഏറ്റവും ചെറിയ കായ്കളുണ്ട്, വലിയ കായ്കളുണ്ട്. ഞങ്ങളിപ്പോൾ പറിച്ചൊരു ഇത് ഓൾ സീസൺ പോലെ തോന്നിപ്പിക്കുന്നു. ഇതിപ്പോൾ തന്നെ നമ്മുടെ എത്ര സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതുണ്ട്, പൂക്കൊലകളുണ്ട്, അതേപോലെ തന്നെ പൂവുണ്ട്, കായ്കളുണ്ട്. ഇപ്പോൾ ഈ ഒരു 15 വർഷത്തിലുള്ള ചെറിയ പൂക്കളുണ്ട്, വലിയ പൂക്കളുണ്ട്, കായ്കളുണ്ട്. പൊട്ടാറായതുകൊണ്ട് പൊഴിഞ്ഞത് ഇവിടെ വന്നാൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത്രയും വിലയുള്ള സാധനം ഇതിവിടെ നിരത്തോടെ ഇഷ്ടംപോലെ വീണ് കിടപ്പുണ്ട്. ആർക്കും വേണ്ട. നിലവിൽ ഇതിന് അനുചേട്ടൻ ഇതിനു വേണ്ടി കുറച്ച് നോക്കിയായിരുന്നല്ലോ. ഇതിന് എന്തെങ്കിലും മാർക്കറ്റ് ഉള്ളതായിട്ട് അറിയാമോ? മാർക്കറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഇതിന്റെ കായ്ക്കല്ല, എന്റെ പരിപ്പിന്, നട്ട്സിന്. ഈ കായ് ഇവിടെ കേരളത്തിൽ നിലവിൽ എടുക്കുന്നില്ല. കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ലല്ലോ. മറ്റൊരു ഇതുപോലെ എവിടെയാലും റയറായിട്ട് ഒരെണ്ണം വല്ലതും ചുമ്മാ ഹോബിക്ക് കളക്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടായെങ്കിലും ഉള്ളൂ. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഇതിന് ഒരു മാർക്കറ്റ് വിപണിയുള്ള. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോഴത്തേനും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്നെ ഒരു മലയാളിയാ പുള്ളി, അവിടെ എന്തോ കൃഷി. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എൻ്റെ ഒരു നമുക്കൊരു അച്ഛനുണ്ട് അവിടെ. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഇത് പക്ഷേ ഞാൻ ഡിസംബറിൽ വരുന്നുണ്ട്, മക്കാഡമിയയുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽ സീഡ്സിൽ വേണോ, ഇപ്പം നാട്ടിലുണ്ടല്ലോ, സീഡ് വേണമെങ്കിൽ കൊണ്ടുതരാമെന്ന്. അപ്പം അവിടെ നല്ല പ്രചാരമാണ്. അപ്പം ഇത് സൗത്ത് ആഫ്രിക്ക അതുപോലുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതെ. അപ്പം അവർ പറഞ്ഞു തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൈനയെ കൊണ്ടുപോയാണ് ഇത് ഷെല്ലോട് കൂടിയുള്ള നട്ട്സ് എടുത്തിട്ട് ചൈനയെ കൊണ്ടുപോയി പ്രോസസ് ചെയ്താണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാനുള്ള സംവിധാനത്തിൽ. ഇതിന്റെ പുറത്തൊരു ചിരട്ട പോലത്തെ സാധനമുണ്ട്. അത് പൊളിക്കുന്ന ചൈനയിലുള്ള ഫാക്ടറിയിലാണ് അവിടുന്ന് പോലും പ്രോസസ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്ത് പോലും ഇത് പ്രോസസ് ചെയ്യുന്നില്ല. കാരണം ഇത് ആ ഷേപ്പിൽ നല്ല റൗണ്ടായിട്ട് ഇത് പരിപ്പെടുക്കണമെങ്കിൽ നല്ല വട്ട് പോലൊരു ബോളായിട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പം പൊട്ടിച്ചാൽ
ഇത് ചെതറി പോകത്തുള്ളൂ. കാരണം നമുക്കിത് പൊട്ടിക്കണപ്പോൾ നമ്മൾ അരകല്ല് കയറ്റി വെച്ചിട്ട് ആ സാധനം പൊട്ടുന്നില്ല. അരകല്ല് വെച്ചിട്ട് നമ്മൾ ഇടിച്ച് പൊട്ടിക്കേണ്ട വന്നു. നമ്മുടെ ചിരട്ടയുടെ ഇരട്ടി കട്ടിയുള്ള ഒരു ഷെല്ലാണിത്. അതെ, ചിരട്ടയുടെ ഇരട്ടി കട്ടി കറക്റ്റാണ്. ഒന്നത് ഇത്രയും ചെറിയ സൈസ് നമുക്ക് ഒട്ടും അത് പൊട്ടിക്കാൻ പറ്റും, വൈബിളായിട്ട് പൊട്ടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കായ്ക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഞാനിന്ന് ഈ ചേട്ടായുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ കയറി ഇതിൻ്റെ ഹൗ ടു പ്രോസസ്സ് നോക്കി. അവർക്ക് ഒരു സൈസ് ഈ എന്താ പറയുക, നമ്മൾ ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം പോലത്തെ എന്തിൻ്റെ അകത്ത് വെച്ച് കംപ്രസ് ചെയ്ത് മെഷീനാണ്. അതിനൊരു മെഷീനറീസ് ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് അത് അവർ പ്രോസസ്സ്. സാധാരണ ഇതിപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഞാൻ 2 ടൈപ്പും കഴിച്ചിട്ടുണ്ട്. അതായത് നട്ടായിട്ടും കഴിച്ചിട്ടുണ്ട്, അതല്ലാതെ ഇത് വന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കീ ആയിട്ട് വരും. അപ്പം നമ്മൾ അത് ചുമ്മാ ഒരു പാട്ടക്കഷ്ണം പോലെ സാധനം അതിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങ് ഊരിപ്പോരും. ആ പരുവത്തിൽ ശരിക്കും പ്രോസസ്സ് ചെയ്യുന്ന 3000-4000 വിലയുണ്ട്. അതിന്റെ വില എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആമസോണിൽ 5000 രൂപ റേഞ്ചൊക്കെ കാണിക്കുന്നു വിലയുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനാണ് വില വരുന്നത്. പരിപ്പിനാണ് വിലയുള്ളത്. പരിപ്പിനാണ് വിലയുള്ളത്. തൊണ്ടോടുകൂടി എടുക്കില്ല. ഇല്ല. ഇനി അതല്ല, അല്ലെങ്കിൽ ഇതുപോലെ പ്രോസസ്സ് ചെയ്ത ആൾക്കാർ, അതായത് പച്ചയിലക്ക എടുക്കുന്നതും ഉണക്കയിലക്കയുടെയും വ്യത്യാസം. പച്ചയിലക്ക നമുക്ക് വെയിലത്തിട്ട് ഇതോ ഡ്രൈ ആക്കുകയും വേണം. ഇതിന് ഉള്ളില് ഡ്രൈ ആക്കണ ചില്ലറ കച്ചവടത്തെ നടക്കുകയല്ല. ഈ ചിരട്ട പോലുള്ള സാധനത്തിന്റെ അകത്ത് ഉണങ്ങണമെങ്കിൽ കൊപ്ര പോലെ നമ്മൾ പൊട്ടിച്ചിട്ടില്ല ഉണങ്ങുന്നത്. ഇത് ശരിക്കും ഉണങ്ങിയെടുക്കണേ നല്ല. അതും ഗൂള് തന്ന അറിവിൽ ഏതാണ്ട് 8 തൊട്ട് 15 ദിവസം വരെയൊക്കെ ഒരു മിനിമം ടെമ്പറേച്ചറിൽ ഉണങ്ങിയാൽ മാത്രമേ അതിൻ്റെ അകം എന്തെങ്കിലും ആവുള്ളൂ. കാരണം ഇത്രയും ചിരട്ടയേക്കാൾ നമുക്കിപ്പോൾ ഇവിടെ ഈ തറയെ കടന്ന് കിട്ടുന്ന വെയിലത്ത് കിടക്കുന്ന പോലും അനങ്ങിയിട്ടില്ല. അകത്തേക്ക് അനക്കം പിടിച്ചിട്ടില്ല. ഈ ഒരു വെയിലത്ത് കിടക്കുന്ന സാധനം പോലും അകത്തേക്ക് അനക്കം പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, ഈ സാധനം കായ്ക്കുമോ ഇല്ലയോ എന്ന ആൾക്കാർക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു. 100% ഗ്യാരണ്ടിയാണ് കായ്ക്കും. മക്കാഡമിയുടെ ഏതാ വെറൈറ്റി ഒന്നും അറിയില്ല. ഇത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്, നിറയെ ഉണ്ടാകുന്നുണ്ട്. സീസൺ ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം കായ്കളും പൂക്കളും ചെറുതും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ പറയേണ്ട കാര്യമില്ല. എന്തായാലും കായ്ക്കും. ആ വീഡിയോയൊക്കെ താഴെ ഒരുപാട് കമന്റ് ഉണ്ട്, ഇത് കായ്ക്കോ ചേട്ടാ? അങ്ങനെ ഇല്ല, സംഭവം കായ്ക്കും. ഞാനിത് നമ്മുടെ നഴ്സറിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പട്ടിയുടെ മുഴുവൻ കിട്ടിയ അവസ്ഥയായി പോകും. നമ്മുടെ നഴ്സറി ഞാനിത് കൊണ്ട് 300 രൂപയ്ക്ക് കുറച്ച് തൈകൾ കൊടുത്തിരുന്നു. മീൻസ് കുറേ എൻക്വയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തൈകൾ, നമുക്കിത് ഏതാ വെറൈറ്റി എന്താണെന്നും പറയാൻ അറിയില്ല, കായ്ക്കുമല്ലെന്നും പറയാറില്ല. എന്തായാലും ഞാൻ ഒരു 1/2 ഏക്കർ കൃഷി ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചിട്ട് 4 എണ്ണം വെച്ച് സംതൃപ്തി അടഞ്ഞു. കാരണം ഈ അന്നേരം എന്തോ അങ്ങനെ തോന്നി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൃഷിക്കാർ പുതിയതിൻ്റെ പുറകെ പോകുന്ന ഒരു ട്രെൻഡുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം പണ്ട് തൊട്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ വന്ന സാധനം എന്ന് പറഞ്ഞാൽ മാഞ്ചിയാണ്. അത് പറയരുത്. ആട് തേക്കും മാഞ്ചി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പതിമുഖം, കരിങ്ങാലി, ഇങ്ങനെ കുറെ സ്കീം നേഴ്സറിക്കാരുടെ കയ്യിൽ ഏത് തൈ കിട്ടുന്നോ അത് മീൻസ് ഈ വർഷം എന്താണ് കൂടുതൽ നമുക്ക് മുളച്ച് കിട്ടുന്നത് അത് സെറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിയ കർഷകർക്ക് ഇതിൽ ഞാൻ പറയാനുള്ളത്, ഈ ഒരു മക്കാഡമിയ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒട്ടും എളുപ്പമല്ല, ലാഭകരമാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് നമ്മളൊരു ഏക്കറിൽ ഇപ്പോൾ കേരളത്തിലൊരു 10, 20, 30 സ്ഥലത്ത്, 50 സ്ഥലത്ത് 100 പേര് കൃഷി ചെയ്താൽ പോലും ഒരാൾ ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് കേരളത്തിൽ തുടങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നിലവിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമും വേറെ ഇല്ല താനും. കർണാടകത്തിലുണ്ടെന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നവർ ചുമ്മാ തള്ളുന്നതാണ്. ഒരിടത്തും ഇതുവരെ ഒരു ഫോട്ടോ പോലും പുറത്ത് വന്നിട്ട് ഇല്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോസ് ഉണ്ടോന്ന് കണ്ടായിരുന്നു. ചെടികളിങ്ങനെ ഏക്കറണക്കിന് തോട്ടമായിട്ട് നിൽക്കുന്നു, അതിൽ കായായി തുടങ്ങി. പക്ഷേ അത് കർണാടകത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിദേശത്ത് എവിടെയോ നിൽക്കുന്ന ഒരു തോട്ടത്തിൻ്റെ കാരണം അവർ ലൊക്കേഷൻ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ തോട്ടം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെർമിഷൻ ഇല്ല, കാണാൻ പറ്റില്ല, തൈകൾ തരാം, അതിനെ കൂടുതൽ വിശദീകരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇപ്പം ആ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ നമ്മൾ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. അതൊന്ന് പൊട്ടിക്കണം ചേട്ടൻ. എന്താ അപ്പോൾ ഇതാണ് സംഭവം. നമ്മളൊന്ന് ഇത് ശരിക്കും നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നതാണല്ലേ. ഇത് പൊട്ട ഒരു അടക്കേടുണ്ടോ? അത്ര ഇടിച്ച് എടുത്താൽ മാത്രമേ ആ സാധനം കിട്ടുള്ളൂ. അങ്ങനെ ഇടിച്ചെടുക്കുമ്പോൾ ദൈവം സഹായിച്ചത് ഇതാ ചെതറിത്തെറിച്ച് അല്ല, അത്ര നമ്മൾ അത്ര ഒരു പ്രഷർ കൊടുത്തെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ ഷെല്ലിൻ്റെ കട്ടിയുണ്ടോ? ഒരു മിനിറ്റ്, ഷെല്ലിൻ്റെ കട്ടി ഒന്ന് വൃത്തിയായിട്ട് കാണിക്കണേ. കാരണം നമുക്കത് ഇത്രയും ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ, അത് പൊട്ടിച്ചെടുക്കാൻ 100%. ഏകദേശം ഒരു 4 ഇഞ്ചോളം കട്ടി വരുന്നുണ്ട്. ഇതുണ്ടോ, 6 mm മേലെയുണ്ട് ഇതിൻ്റെ കട്ടി ഉണ്ട്. ചില സ്ഥലത്ത് അതിനും മേലെയുണ്ട്.
എന്തായാലും നമ്മളിതിപ്പോൾ പൊട്ടിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടു. അത്രയും വലിയ പഴയൊരു അരകലയിലൊക്കെ വെച്ച് ഇടിച്ച് എടുക്കേണ്ട ഒരു ടാസ്ക് നമുക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് പല വീഡിയോയിൽ ഇത് കാണിക്കുമ്പോൾ അത് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതെങ്ങനെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഇത് പരിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. അതെ അതെ, അല്ലാതെ പൊട്ടിച്ചെടുത്തതൊക്കെ നല്ല കൂടുതൽ ഹണിയിലൊക്കെ പ്രോസസ്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിനിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കൊരു എനിക്ക് ഫീൽ ചെയ്തൊരു ടേസ്റ്റ് ഞാൻ ചേട്ടായിട്ട് വന്ന പോലെ ക്യാഷ്നട്ട് പണ്ട് നിലത്ത് വീണ് മുളച്ച് കിടക്കും, മുളപ്പിച്ച കാഷ്യൂവിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ പച്ചക്കടലയുടെ അല്ല, അതിനാണ് കാഷ്യൂവിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷേ ഏറ്റവും മൂത്തൊരു നട്ട് കഴിച്ചപ്പോൾ നല്ല കയ്പ് ചവർപ്പ് ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു മീഡിയം മൂപ്പിലുള്ളത് എടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പച്ചക്കശുവണ്ടി മുളച്ചതിൻ്റെ ഒരു ടേസ്റ്റ്. മോശം ടേസ്റ്റ് അല്ല, എന്നാൽ കഴിക്കാൻ നമുക്കത് ഓവറായിട്ട് നമ്മുടെ കശുവണ്ടി കഴിക്കുന്ന കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. അത്രയില്ല, ആ ഒരു ടേസ്റ്റ് അല്ല, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല അല്ലേ? അതെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായാലും ഇത് വേണമെങ്കിൽ 1-2 എണ്ണം വേണേൽ ചുമ്മാ രസത്തിന് വേണേൽ വെച്ച് നോക്കാം. അതല്ലെങ്കിൽ കൃഷിയായിട്ടൊന്നും ഒരു കാരണവശാലും ചാടിക്കയറി ചെയ്യാന്നുള്ളതിൽ നമുക്ക് തൈകൾ മാത്രം കാണിച്ച് ഉള്ള കച്ചവടമുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇന്ത്യ നിലവിൽ ഇത് കായ്ച്ചതോ അല്ലെങ്കിൽ തോട്ടം ഉള്ളതോ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയും കിട്ടിയിട്ടില്ല. കർണാടകയിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറയുന്നതല്ല. ഇതിന്റെ പ്രോസസ്സിംഗ് ഈ പറഞ്ഞതിൽ വലിയൊരു ടഫാണ്, 100% ടഫാണ്. അതായത് നമ്മളിപ്പോൾ ഇവർ കർണാടകയിൽ ഒരു തോട്ടം കാണിച്ചാൽ ഇത് എവിടെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ മാറ്റർ. അതിപ്പം അത് തന്നെയല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ പരിപ്പായിട്ട് തന്നെ എടുത്തെന്ന് പറഞ്ഞാലും ഒരു 100 രൂപയോ 150 രൂപയോ കൂടുതൽ കിലോയ്ക്ക് കിട്ടത്തുമില്ല. റോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനവിടെ കർണാടകയിലെ ഞാൻ തൈ വയ്ക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് 800-ൻ്റെ 1000-ൻ്റെ ഇടയ്ക്ക് ഒരു വില കിട്ടുമെന്നാണ് ജെനുവിനായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്കീം അന്ന് 800 രൂപ കിട്ടുകയല്ല. 800 രൂപയ്ക്ക് കിട്ടിയാൽ ഇത് 1 കിലോ പരിപ്പിന് 5000 രൂപ അല്ല, അതിന് മേലെ ആയിപ്പോവും. അത് ശരിയാണ്. അപ്പുറം നമ്മൾ പച്ചപ്പരിപ്പ് ഉണങ്ങി അതിൻ്റെ ബാക്കി പ്രോസസ്സ് ഒന്ന് ഉണക്കപ്പരിപ്പ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ 4000 രൂപ വില വരുന്നത്. ഓക്കെ, 800 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് 10 കിലോ ഉണ്ടെങ്കിലേ 1 കിലോ കിട്ടുള്ളൂ. അതും മറ്റൊരു കാര്യമാണ്. ഉറപ്പ്. ഇത്രയും വലിയ ഷെല്ലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഷെല്ലിൻ്റെ വെയിറ്റും അകത്തുള്ള ആ ബീൻസിൻ്റെ വെയിറ്റും കൂടെ നോക്കുമ്പോൾ ഷെല്ലിനാണ് വെയിറ്റ് കൂടുതൽ വരുന്നത്. പിന്നെ ഷെല്ലിന് 3 ഇരട്ടി വെയിറ്റ് വരും. 3 ഇരട്ടി വരും. ആ പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതായത് 75% ഷെല്ലും 25% പരിപ്പുമാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ നട്ടാണൊക്കെയാണെന്നാണ്. അല്ല, അതൊക്കെ സംഭവം ശരിയാണ്. നമ്മൾ അവിടെ വിലയുമുണ്ട്. ടേസ്റ്റ് ഈ പറയുന്ന ഒരു ഭീകരമായ ടേസ്റ്റ് ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആവറേജ് ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കാഡമിയയുടെ കാര്യങ്ങൾ. അപ്പം കോടികൾ വേണ്ടവർ 2 എണ്ണം വെച്ചോ. അതെ, കോടികൾ വേണ്ടവർ 2 എണ്ണം വെക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചറിഞ്ഞിട്ട് വെക്കുക. എന്തായാലും ചെടി ഇവിടെ കായ്ക്കും എന്നുള്ളതിന് ഉറപ്പുണ്ട്. അപ്പോൾ അനിച്ചേട്ടന് നമുക്ക് ശരിക്കും ഈ ഒരു കാര്യത്തിലൊക്കെ എന്താ പറയുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് തട്ടിപ്പാണ് അല്ല, അങ്ങനെ പറയാനുള്ളൊരു മനസ്സുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് പാരില്ല എന്നെ എന്ത് ചെയ്യുകയാണ് അങ്ങനെ ഇതോടാവേ ഇടുക്കിക്കാരൻ്റെ ഒരു തനി സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ ചോദിച്ചേട്ടാ നമുക്ക് അതിനെ പറ്റി നമുക്കൊരു 5 മിനിറ്റ് വീഡിയോ തരാം, ഒരു ടോക്ക് അറിയാം. അതിനിപ്പോൾ എന്താ സന്തോഷം, നീ അത് തോന്നി ചെയ്യണം, കർഷകർ എന്തായാലും അറിയണം. ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിങ്ങനെ ഒത്തിരി കൃഷി ചെയ്ത് ഇങ്ങനെ പരീക്ഷണ കൃഷി ചെയ്ത് കാശ് കളഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. കച്ചവടമൊക്കെ പൊട്ടി ഗതിയില്ലാതെ നടന്നപ്പം എന്നത്തേലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല പണിയും ചെയ്തു. കിട്ടിയത് മൊത്തം പണിയായിരുന്നു. അതുകൊണ്ട് ഇനി അധികം ആൾക്കാർ ഇമാതിരി പണി നമ്മൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ പല വഴികളും നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പുതുവഴികൾ നോക്കുമ്പം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, യൂട്യൂബ് കണ്ടാരും കൃഷി ചെയ്യാൻ ഇറങ്ങരുത്. അതെ, നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാവണം. ഏറ്റവും വലിയൊരു ദോഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാന്താരിമുളക് പോലും കൃഷി ചെയ്യാത്ത യൂട്യൂബർമാരാണ് നമ്മളെ കൃഷി പഠിപ്പിക്കുന്നത്. 100%. നമ്മളിപ്പോൾ ഞാനായാലും ഇപ്പോൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത് കൂടുതൽ സക്സസ് സ്റ്റോറീസ് ആണ്. ഇതിൻ്റെ 100 പേര് ഫെയിൽ ആയിട്ടുണ്ട്. ഉണ്ട്. അവരെ കണ്ടാലേ നമുക്ക് വേണ്ട ഐഡിയ കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും നമ്മളുമായിട്ട് ബന്ധപ്പെടുക, നമുക്ക് വീഡിയോകൾ എല്ലാവരിലേക്കും എത്തിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കൃഷി ചെയ്യാമെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ തോട്ടിൽ പോകരുത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു റിക്വസ്റ്റാണ്, ഒരിക്കലും യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ട് കൃഷിയിലേക്ക് ഇറങ്ങാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾ നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ കൊണ്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അനുചേട്ടൻ്റെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.